ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ഏതാണ്ട് ഒരു 6 മാസത്തോളമായി വീട്ടിലാണ് കഴിയുന്നത്. ലാബ് ടെക്നീഷ്യനായാണ് ജോലി ചെയ്യുന്നത്. ഏഞ്ചൽ ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി സ്ഥിരമായി രാത്രി പുറത്തു പോകുന്നു എന്നുള്ളതായിരുന്നു വീട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഏഞ്ചൽ ഈ സംഭവം നടന്ന ദിവസവും രാത്രി 9 മണിക്ക് പുറത്തു പോയതിനു ശേഷം 10:30-ക്കാണ് തിരികെ എത്തിയത്. അപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത്. പിതാവ് ഈ ഏഞ്ചലിനോട് ഇക്കാര്യം ചോദ്യം ചെയ്തു. നാട്ടുകാർ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പിതാവിന്റെ പ്രധാനമായുള്ള പ്രശ്നം. അങ്ങനെയാണ് മകളുമായി വഴക്കുണ്ടാക്കുന്നത്. ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിനിടയിൽ പിതാവ് മകളുടെ കഴുത്ത് ഞെരിച്ചു. അതിനിടയിലാണ് ഈ തോർത്തുകൊണ്ട് ഏഞ്ചലിന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കുന്നത് എന്നുള്ളതാണ് ജോസ്മോൻ, അതായത് ഏഞ്ചലിന്റെ പിതാവ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത്. ഈ സമയത്ത് ഏഞ്ചലിന്റെ അമ്മയും ഒപ്പം ഈ കൊലപാതകം നടത്തിയ ജോസ്മോന്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ വഴക്കിനിടയിലാണ് ഈ സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഞെട്ടലിലായിരുന്നു വീട്ടുകാരുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ രാത്രി അവരെല്ലാവരും നിശബ്ദരായി തന്നെ ഇരുന്നു. പക്ഷേ ആ നിശബ്ദത അധിക നേരം നീണ്ടില്ല. പുലർച്ചെയായപ്പോഴേക്കും കരച്ചിലും ബഹളവും ഒക്കെയായി. ഈ ബഹളം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ സംഭവങ്ങളെ കുറിച്ചൊന്നും അവർ വിവരിച്ചില്ല. പകരം ഒരു സ്വാഭാവിക മരണം എന്ന തരത്തിലാണ് അവർ നാട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസിന് ഈ കഴുത്തിലെ പാടുകളൊക്കെ കണ്ട് ചെറിയ സംശയം ഉണ്ടായിരുന്നു. അവർ അത് കൃത്യമായി തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഏഞ്ചലിൻ്റെത് കൊലപാതകമാണെന്ന്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ കൊലപാതകിയാക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇയാളുടെ മകളെ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണ്, എന്തിനാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നത് എന്നുള്ള ചോദ്യങ്ങളോട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദുരഭിമാനം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. കാരണം എന്താ വെച്ചാൽ ആ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം പൊതുവേ ഈ അയൽവക്കക്കാരൊക്കെ ചോദിക്കും, എന്താ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നേ, പോകുന്നില്ലേ, എന്താണ് കാരണം. പിന്നെ ഈ രാത്രി സമയങ്ങളിൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ മെയിനായിട്ട് വന്നേക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി 9 മണിക്ക് പോയിട്ട് 10:30 എന്തോ തിരിച്ചു വന്നു. അത് തന്നെയാണ് സംഭവം. അത് രണ്ടും കെട്ട നേരത്തല്ല, ഈ സാധാരണ ഒരു സമയമാണ് ഈ 10:30. 12 മണിക്കൊക്കെ ആണെങ്കിൽ ശരി, നമുക്ക് പറയാം അത് രണ്ടും കെട്ട നേരമാണെന്ന്. അതിന് ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഓരോന്ന് പറയും. നാട്ടുകാരുടെ വായടപ്പിക്കാനൊന്നും എല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ ആൾക്കാർ തമ്മിൽ പറയും, അയ്യോ ഇവൾ എന്തിനാണ് ഈ രാത്രിയിൽ ഇറങ്ങിപ്പോകുന്നത്, എവിടെ പോകുന്നതായിരിക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ചെവികളിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുന്നത്. ഈ പെൺകുട്ടിയെ കന്യാസ്ത്രീയായിട്ടാണ് പഠിപ്പിക്കാൻ വിട്ടത്. പക്ഷെ അവരുടെ നടത്തിപ്പിനനുസരിച്ച് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ പറഞ്ഞു വിടും. പിന്നെ അവർ വേറൊരു കാര്യം നോക്കത്തില്ല. കാരണം അവിടെ പല കുട്ടികളും വേറെ പഠിക്കുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അതിനുശേഷം അച്ഛനമ്മയും പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ ഭർത്താവിനോട് പിണങ്ങി ഇപ്പോൾ 5 മാസമായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു. എന്തായാലും സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൈനീട്ടി ചിരിക്കും. ആ ഒരു സ്വീകരണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് അച്ഛനമ്മ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നമ്മൾ പോകും, അത് വേറൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. വേറൊരു സ്ഥലവുമില്ല. അവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. മറ്റുള്ളവരെ കൊണ്ട് അവരെ പേരുദോഷം കേൾപ്പിക്കാണ്ടിരിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരെയും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിയെ കൊന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഒരു അമ്മമാരും ഒരു അച്ഛന്മാരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. 9 മാസം നൊന്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാം. നീ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ച് നീ അവിടെ താമസിക്കുക, ഇവിടെ നിൽക്കണ്ട എന്നാണ് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഈ ഒരു ദുർനടപ്പാണ് കാരണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടി ലാബ് ടെക്നീഷ്യന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് രാത്രി സമയങ്ങളിൽ ഇറങ്ങി പോകുന്നുണ്ട്. രണ്ടും കെട്ട നേരത്ത് കയറി വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പലരും കാണും. അതുമാത്രമല്ല, ഈ ഒരു വീട്ടിൽ കയറി വരുന്ന സമയത്ത് ആൾക്കാർ പറയുന്ന അനുസരിച്ച് വീട്ടുകാരും ചോദിക്കും. അതൊരു ചോദിക്കേണ്ട കടമ അവർക്കുണ്ട്. കാരണം അവരുടെ മകളാണ്. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കേണ്ട കടമയുണ്ട്. അങ്ങനെ ചോദിക്കും. എന്നിരുന്നാലും പിന്നെ ആ ഒരു പ്രശ്നത്തെ ചൊല്ലി അവിടെ വഴക്കായിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പം ചോദിക്കുന്നു, തർക്കമാവുന്നു, പിന്നെ അവിടെ വഴക്കാവുന്നു. പിന്നെ അവസാനം ഈ അച്ഛനെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ദേഷ്യം വന്ന് അവസാനം കഴുത്ത് ഞെരിച്ചപ്പോഴത്തേക്ക് ആള് അബോധാവസ്ഥയിലാകുന്നു. എന്നിട്ടും ആൾ വെറുതെ വിട്ടില്ല. ഈ അമ്മയാണ് വീണ്ടും കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു തോർത്ത് ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഈ അമ്മയാണ് പുറകിൽ കൈ പിടിച്ച് വച്ചെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആ ഒരു അമ്മ നിങ്ങളുടെ സാഹചര്യമാണെങ്കിലും നമുക്ക് കൊല്ലാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിട്ടില്ല. അത് നിങ്ങളുടെ മകളാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഒരു നിമിഷം തോന്നുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യം, ആ ഒരു ദേഷ്യമാണ് ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ, മിക്ക കേസുകളിലും അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം നമുക്ക് മനസ്സ് കൈവിട്ടു പോകുന്ന ആ ഒരു സമയം അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ അമ്മ
കൈ പിടിച്ച് കൊടുത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ, എന്നിട്ട് അവർ ആ ഒരു ദിവസം ഫുള്ള് ആ ഒരു പെൺകുട്ടിയെ കട്ടിൽ കിടത്തിയിട്ട് അവർ സുഖമായിട്ട് ഉറങ്ങാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ വാർഡ് മെമ്പറെ വിളിച്ച് പറയാണ് മകളെ പള്ളിയിൽ പോകാൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലാന്ന്. എത്ര ന്യായീകരിക്കും നോക്കിയേ. അതിനെ കൊന്നിട്ട് എത്ര ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയാം, തുറന്നടിച്ചതുപോലെ പറയാം, നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, നീ വേറെ എവിടെയെങ്കിലും ചെന്ന് ഹോസ്റ്റലിൽ അങ്ങനെ എന്തെങ്കിലും താമസിക്കാൻ പറയാം. അതൊന്നും പറയാണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഒരിക്കലും ആരും ന്യായീകരിക്കത്തില്ല. കാരണം പൊതുവെ ഇപ്പം എല്ലായിടും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇതിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞ അവസാനം പോലീസിനെ വിളിച്ച് വാർഡ് മെമ്പർ പറഞ്ഞു ചിലപ്പോൾ ജീവൻ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം പൊതുവെ വീട്ടിൽ അമ്മയും അച്ഛനും ആണുള്ളത്, വേറെ പുറത്തുനിന്ന് ആരും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ സാധാരണ ആൾക്കാരെയും ചിന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് തോന്നിയൊരു സംശയമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പിന്നെയാണ് ആളുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. എത്രയാണെങ്കിലും നമ്മൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് തുറന്നടിച്ചും പറയാം മകളോട്, നിന്റെ ഈ ദുർനടപ്പ് ഇവിടെ നടക്കത്തില്ല, നിനക്ക് വേറെ വീട് നോക്കി പോവാം, ഈ വീട്ടിൽ വെച്ച് നിനക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങളങ്ങനെ പറയണമായിരുന്നു. പക്ഷേ അവർ പകരം ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, അവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ കുറേ കമൻസുകൾ കണ്ടു. ഞാൻ ആ ഒരു വാർത്തയുടെ അടിയിൽ കുറേ കമൻസുകൾ കണ്ടു. എന്തെന്ന് വെച്ചാൽ അയാൾ രക്ഷപ്പെട്ടു, അയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു, കാരണം ഇവിടെ വന്നിട്ട് ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കും ഇട്ടിട്ട് പോയത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു സംസാരം വരുന്നുണ്ട്. പെൺമക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ളത് നമ്മുടെ സ്വന്തം വീടെന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. അവർ കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ആ ഒരു സ്വീകരിക്കുന്നതിനിടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മര്യാദയോടെ ആ ഒരു ചിട്ടയോടെ നമ്മൾ പോവുക. അല്ലാണ്ട് ഈ രണ്ടും കെട്ട നേരത്തൊക്കെ രാത്രിയിലൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അത് നാട്ടുകാർ പറയും, അച്ഛനമ്മമാർക്ക് അത് നാണക്കേടാണ്. പിന്നെ ഈ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ എന്ന് പറയില്ല, അതുപോലെ ആ ഒരു സ്ഥിതിയാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ കറക്റ്റായിട്ട് വന്നത്. കാരണം അവർക്ക് പറഞ്ഞു വിടേണ്ട കാര്യത്തിന് അവരിങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും അവസരങ്ങളുണ്ടായിരുന്നു പോലീസുകാരോട് പറഞ്ഞ് ഇവളിങ്ങനെ രാത്രി ഇറങ്ങി പോകുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പോലീസുകാരോട് പറയാം, വാർഡ് മെമ്പറോട് പറയാം, അവിടെ എന്തെങ്കിലും പാർട്ടിയുടെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ പറയും, കുറച്ച് നാണക്കേടുണ്ടെന്നല്ലോ, അല്ലാണ്ട് വേറൊരു പ്രശ്നം വരത്തില്ല. പക്ഷേ ഇതിപ്പം മുഴുവനായിട്ട് പ്രശ്നം തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ ദിവസം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്തെന്ന് ആർക്കും അത്രയും നാൾ വളർത്തിയെടുക്കാൻ അവർ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കൊന്നതിന് ശേഷം അവർ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. അത്ര ഇനി അവരൊക്കെ നല്ലതാണ്, അവർ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. സ്വന്തം മകളെ കൊല്ലാനായിട്ട് കൂട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന, അച്ഛന് കൂട്ടുനിന്ന അമ്മ, അതിനിടയ്ക്ക് സഹോദരനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നൊരു ആളെ. അപ്പോൾ ആ ഒരു ആൾ കൂട്ടുപ്രതിയാകാനേ സാധ്യതയുള്ളൂ, കാരണം ആൾക്കൊന്നും അറിയത്തില്ല ഇവർ രണ്ടുപേരും കൂടി ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷേ എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇതൊക്കെ. ഈ കേരളത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ തന്നെ.